പ്രൈസ് ലോർഡ്. രതീഷാണേ. എല്ലാ പ്രൈസ് ചർച്ച് കുടുംബാംഗങ്ങളും സന്തോഷത്തോടും സുഖത്തോടും സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഞങ്ങളും ദൈവകൃപയാൽ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലമായി സന്തോഷത്തോടും സമാധാനത്തോടും സുഖത്തോടും കൂടെ ആയിരിക്കുന്നു. സന്തോഷം, സമാധാനം, സുഖം കേൾക്കുവാൻ ഇമ്പമുള്ള ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഏറെ ആഗ്രഹിക്കുന്ന അനുഭവങ്ങളും 3 വാക്കുകളും. പക്ഷേ ദൗർഭാഗ്യവശാൽ എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ അനേകരുടെ ജീവിതത്തിൽ അത് വെറും വാക്കുകൾ തന്നെയാണ്. എനിക്കതറിയാം. ഇപ്പോൾ പലർക്കും ഒരു സംശയം വന്നു കാണും, പിന്നെ എന്തിനാണ് ദൈവദാസനെ നിങ്ങൾ ആദ്യം അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ സന്തോഷവും സുഖവും സമാധാനവും അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന്. എൻ്റെ വിശ്വാസത്തിന് അടിസ്ഥാനം ഇപ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം ഒരു മുന്നറിയിപ്പോടെ പറഞ്ഞു തുടങ്ങട്ടെ. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങൾക്കും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമാണ് എന്നല്ല, അതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം പരിഹാരമാണ് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം നമ്മളിങ്ങനെ ഒരുമിച്ചായിരിക്കുന്ന ഒത്തിരി സമയങ്ങളുണ്ട് പല പല മെസ്സേജുകളിലൂടെ. തീർച്ചയായും ആ മെസ്സേജുകളൊക്കെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായി മാറുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നാൽ ഇപ്പോൾ ചില വിഷയങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ദുഃഖത്തെ കൊണ്ടുവന്ന, നിരാശയെ കൊണ്ടുവന്ന ചില അനുഭവങ്ങൾക്ക് ആവർത്തനമുണ്ടാകാതിരിക്കുവാനും ആ ദുഃഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചിലർക്ക് ഒരു തിരികെ വരവിനും അവസരമായി മുഖാന്തരമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുകയുണ്ടായി. ഈ വിധത്തിൽ തൻ്റെ സന്തോഷം, സമാധാനം, സുഖമൊക്കെ നഷ്ടപ്പെട്ടു പോയൊരു കാര്യത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി അദ്ദേഹം തൻ്റെ വിഷയങ്ങൾ പങ്കുവച്ചു, സങ്കടങ്ങൾ പറഞ്ഞു, ഒത്തിരി നേരം സംസാരിച്ചു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആലോചന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് കൈമാറി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആശ്വാസത്തോടെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളും അവിധത്തിൽ ആ സഹോദരനെ പോലെ സന്തോഷം നഷ്ടപ്പെട്ടവരായിട്ട് കേൾക്കുന്നുണ്ട്. ഇനിയും അത് ആവർത്തിക്കാതിരിക്കുവാൻ, ഒപ്പം സന്തോഷം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയുള്ളവരും എന്നെ കേൾക്കുന്നുണ്ട്. അവിധത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരായി തീരാതിരിക്കുവാനും വേണ്ടി ആ സഹോദരനോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആലോചനയെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമായിരുന്നാട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചില സന്തോഷങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്തുവാനും പിന്നെയും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരാതെയും ഇരിക്കുവാൻ മുഖാന്തരമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ഈ മെസ്സേജിനെക്കുറിച്ച് പറയുക. വെറുതെ ഷെയർ ചെയ്യുക മാത്രമല്ല, സഹോദരി, സഹോദര, മോനെ, മോളെ, ഈ മെസ്സേജ് ഒന്ന് കേൾക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നൊന്ന് അറിയാം. അതിനനുസരിച്ച് മുൻപോട്ട് പോകുക. ഇനി നഷ്ടപ്പെട്ടവനായി, അതെ, സന്തോഷങ്ങളും സമാധാനവും സുഖവും ഒക്കെ നഷ്ടപ്പെട്ടവനായി നീ മാറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇത് പറയുവാനുള്ള നല്ലൊരു മനസ്സ് കാണിക്കുക. കാരണം കർത്താവിന് നിങ്ങളെ അവിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ഇഷ്ടമാണ്. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് പ്രൈസ് ചർച്ച് കുടുംബത്തിലെ അംഗങ്ങളായിരിക്കുന്നത്. നോക്കൂ, രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യൊരോബയാം രാജാവ് ഇസ്രായേൽ വാഴുന്ന കാലം അദ്ദേഹം ബഥേലിലേക്ക് ഒരിക്കൽ പോകുന്നതിൻ്റെ ഉദ്ദേശം, ബഥേലിൽ അന്ന് വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളിൽ പൂജ ചെയ്യണം. അപ്പോൾ യൊരോബയാം ഇസ്രായേലിനെ നയിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത രാജാവാണ്. പക്ഷേ വിഗ്രഹത്തെ സേവിക്കുവാൻ പോകുന്നു ദൈവത്തിന് അതൊരിക്കലും ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ യഹൂദയിൽ നിന്ന് ദൈവം ഒരു പ്രവാചക ശ്രേഷ്ഠനെ ബഥേലിലേക്ക് അയക്കുകയാണ്. ബഥേലിൽ പോയിട്ട് ഈ പ്രവാചക ശ്രേഷ്ഠൻ യൊരോബയാമിനോട് പറയുന്നു, യൊരോബയാമേ, നീ കാണിക്കുന്നത് തല്ലുകൊള്ളിത്തരമാണ്. നീ ദൈവത്തെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, മനുഷ്യരെ പറ്റിക്കാം, പക്ഷേ ദൈവത്തെ പറ്റിക്കുവാൻ കഴിയത്തില്ല. നിന്നെ വിളിച്ച ദൈവത്തിങ്കൽ നിന്ന് ഏതൊരു സാഹചര്യത്തിലും നീ അകന്നു പോകരുത്. യൊരോബയാം ജാതീയ വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്നതിന് പിന്നിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. പിന്നെയും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മടങ്ങി യഹൂദയോടൊപ്പം ചേർന്ന് നിൽക്കുമോ എന്നുള്ള ഭയമാണ്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങളെ എങ്ങനെ കാണും,
അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, മക്കളെ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ എങ്ങനെ കാണുമെന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ തിരിച്ചറിയുക, അവരെങ്ങനെ കണ്ടാലും കണ്ടില്ലെങ്കിലും ദൈവം അത് കാണുന്നുണ്ട്. നല്ല പണി കിട്ടും. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇനി അവിധത്തിൽ പണി വാങ്ങിക്കൂട്ടാതിരിക്കുവാൻ ശ്രമിക്കുക. നോക്കൂ, പ്രവാചകനെ അയച്ചു. ആ പ്രവാചകനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് വിശ്വസിച്ച് ആ വഴികളിൽ നിന്ന് തിരികെ ദൈവത്തെങ്കിലേക്ക് നടക്കുക. പ്രവാചകൻ പോയിട്ട് രാജാവിനോട് പറയുകയാണ്, രാജാവേ, ദാവീദ് ഗൃഹത്തിൽ നിന്ന് ഒരുത്തൻ എഴുന്നേൽക്കും, എൻ്റെ തലമുറകൾ വരെ അവൻ മുഖാന്തരം ഞാൻ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നീ ഈ പണിക്ക് നിൽക്കരുത്. രാജാവുണ്ടോ വിടുന്നു. രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. ഈ പ്രവാചക ശ്രേഷ്ഠനെ പിടിക്കുവാനായിട്ട് കൈ നീട്ടിയപ്പോൾ ആ കൈ അങ്ങനെ തന്നെ അങ്ങ് നിന്നു, സ്റ്റക്കായി അങ്ങ് നിന്നു, വരണ്ടുപോയി കൈ. ഉടനെ രാജാവിന് കാര്യം മനസ്സിലായി, ഞാൻ ദൈവത്തോടാണ് കളിക്കുന്നത്. തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഈ പ്രവാചകനോട് തന്നെ നിലവിളിക്കുക, പ്രവാചകനെ, യഹോവയോടൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൈയൊന്ന് നേരെയാക്കിത്താം. ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിൻ്റെ വാക്ക് കേൾക്കാതെ, സഹോദര, നിൻ്റെ മക്കൾ നിൻ്റെ വാക്ക് കേൾക്കാതെ, വാക്കെന്താ? ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക എന്ന വാക്ക് കേൾക്കാതെ തന്നിഷ്ടത്തിന് ചാടിപ്പോകുന്ന സഹോദരി, നിൻ്റെ ഭർത്താവിനെ കുറിച്ച്, സഹോദര, നിൻ്റെ ഭാര്യയെക്കുറിച്ച്, ഞാനാണ് ശരി, ഞാൻ പറയുന്നതാണ് കാര്യം, ഞാനല്ലേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അപ്പോൾ എനിക്കറിയാമെല്ലാം, അമ്മയ്ക്കും അപ്പനും എന്ത് യോഗ്യത കൊണ്ട് എന്നെ ഉപദേശിക്കുവാൻ. നിങ്ങൾ പഴഞ്ചന്മാരാണ്, പഴയ ആൾക്കാരാണ്, ഞങ്ങളാണ് പുതിയ തലമുറ, ഞങ്ങൾക്കാണ് എല്ലാം അറിയുക എന്ന് പറഞ്ഞ് പിള്ളേർ ചാടിപ്പോകുമ്പോൾ ഒത്തിരി സങ്കടമാകാറുണ്ടല്ലേ സഹോദരി? ഭർത്താവ് അങ്ങനെ പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് പിന്നാലെ പോകുമ്പോൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ദൈവം നിനക്ക് തന്നെ അവരെ പ്രാർത്ഥിച്ച് ഗുണപ്പെടുത്താനുള്ള അവസരം തരും. ആമേൻ. പോകുന്ന ചിലതൊക്കെ നിൻ്റെ ഭർത്താവിനെ കുറിച്ചാണ്. നിൻ്റെ മുമ്പിൽ വന്ന് ദൈവത്തോട് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറയുവാൻ പോകുക. താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുതന്നെ മാതാവേ, പിതാവേ, നിൻ്റെ മക്കൾക്ക് വേണ്ടി അവർ തന്നെ പറയും, അമ്മ, പാപ്പാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്കിനി പ്രാർത്ഥനയില്ലാതെ, ദൈവമില്ലാതെ മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല. അതെ, നിൻ്റെ ആ കണ്ണുനീരുണ്ടല്ലോ, അത് തുടക്കി പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങ്. നശിച്ചു പോയെന്ന് നീയും ലോകവും പറയുന്ന നിൻ്റെ തലമുറകൾക്ക് വേണ്ടി കൈവിട്ടു പോയി, ഇനി ഒരിക്കലും തിരികെ കിട്ടത്തില്ല. ഇനി ഒരിക്കലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നിനക്ക് അവസരം നൽകും. നീ അവരോട് പറഞ്ഞത് ദൈവം നിന്നോട് പറഞ്ഞതാ. ദൈവ വഴികൾ നടക്കുവാൻ വേണ്ടിയാ. ആ വാക്കിനൊരു ഓർഡറുണ്ട്, ആ വാക്കിനൊരു ഉടയവനുണ്ട്. അവൻ ചെയ്യേണ്ടത് ചെയ്യും. അപ്പോൾ നോക്കിയേ, ഈ യഹോരാം രാജാവിൻ്റെ കൈ ശരിയായി. ഉടനെ രാജാവ് പ്രവാചകനെ തനിക്കൊപ്പം അരമനയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രവാചക ശ്രേഷ്ഠ, നിങ്ങൾ എനിക്കൊപ്പം വരിക, അരമനയിൽ എന്നോടൊപ്പം പാർക്കുക, ശ്രേഷ്ഠ ഭോജനങ്ങൾ ഭക്ഷിക്കുക. ഇനി ശ്രദ്ധിക്കുക, ഉടനെ ഈ പ്രവാചക ശ്രേഷ്ഠൻ പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാവേ, ഞാൻ നിനക്കൊപ്പം അരമനയിലേക്ക് വരുന്ന കാര്യമില്ല, അവിടെ ആഹാരവും കഴിക്കത്തില്ല, ദാഹിച്ച വെള്ളം പോലും അവിടെ നിന്ന് കുടിക്കത്തില്ല. എന്താണ് കാരണമെന്നല്ലേ? ദൈവം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞു, നീ അവനോട് പോവുകയും ചെയ്യരുത്, ദാഹിച്ച വെള്ളം കുടിക്കുകയും ചെയ്യരുത്. അത് ദൈവം പറഞ്ഞ വാക്കാണ്, ഞാനത് തെറ്റിക്കത്തില്ല. അപ്പോൾ ദൈവം ഈ പ്രവാചകനോട് ഒരു കാര്യം പറഞ്ഞു, അത് പ്രവാചകൻ അനുസരിക്കുന്നു. വളരെ നല്ല കാര്യം. തുടർന്ന് തിരികെ പോവുക. ഈ പോകുന്ന യാത്രയിൽ കഥ മാറുന്നു. അവിടെ ബഥേലിലൊരു വൃദ്ധനായ പ്രവാചകനുണ്ട്. ഈ പ്രവാചകൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞ ഉടനെ തൻ്റെ മക്കളോട് പറയുക, നിങ്ങൾ കഴുതയ്ക്ക് കോപ്പിട്ട് എന്നെ അങ്ങോട്ടൊന്ന് അയക്കുക. ഈ പ്രവാചകൻ നേരെ നമ്മുടെ ശ്രേഷ്ഠ പ്രവാചകൻ്റെ അടുക്കലേക്ക് എത്തി. ആ പ്രവാചകനെ തൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുക. അവിടെ പാർത്ത് വിശ്രമിച്ചു ആഹാരം കഴിച്ച് പാനം ചെയ്ത് കടന്നു പോകാം. ആവർത്തിച്ച് പ്രവാചകൻ പറയുന്നു, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ട. പക്ഷെ ഉടനെ ഈ വൃദ്ധനായ പ്രവാചകൻ പറയുക, ബഥേലിലെ പ്രവാചകൻ, എന്നോട് ഇപ്പോഴായിട്ടൊരു ദൂതം പറഞ്ഞതേ ഉള്ളൂ, നിന്നെ വീട്ടിൽ വിളിച്ച് സൽക്കരിച്ച് വേണ്ടോളം തന്നു വിട്ടാൽ മതി. നോക്കൂ, ഇത് കേട്ടപ്പോൾ ഈ ശ്രേഷ്ഠ പ്രവാചകൻ, അതെ ശരിയായിരിക്കും, വൃദ്ധനായ പ്രവാചകനാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഈ പ്രവാചകനൊപ്പം ദൈവത്തിൻ്റെ വാക്ക് മറുതലിച്ച് കടന്നു പോകുന്നു. തുടർന്ന് ഈ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. തുടർന്ന് സംഭവിക്കുന്നത്, പോയി തിന്നു പുറത്തിറങ്ങി വഴിയരികിലൊരു സിംഹം ഈ പ്രവാചകനെ കീറിക്കളയുന്നു. അവൻ്റെ കഴുതയെ തൊടാതെ, അവൻ്റെ മാംസം ഭക്ഷിക്കാതെ ആ ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കുന്നു. ഈ പ്രവാചകനെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കി. ആ രാജ്യം മുഴുവൻ എന്തൊരു സംസാരമായിരുന്നു കാണും. അയ്യോ,
എത്ര ശ്രേഷ്ഠനായൊരു പ്രവാചകൻ യഹൂദയിൽ നിന്നാണ് വന്നത്. നമ്മുടെ രാജാവിനോട് അവൻ രാജാവിൻ്റെ മുഖത്ത് നോക്കി അവൻ സംസാരിച്ചു. രാജാവിന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അവൻ ശക്തനായ പ്രവാചകനാണ്. രാജാവിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു അടിയും കിട്ടി, ഒരു വിടുതലും കിട്ടി. ആ പ്രവാചകൻ വഴിയരികിൽ ശവമായി കിടക്കുന്നു. കാരണം എന്താ? ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചില്ല. അല്ലെങ്കിൽ പിശാച്, ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, പിശാച് ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്നതിൽ നിന്ന് ഈ ശ്രേഷ്ഠ പ്രവാചകനെ പിന്മാറ്റിക്കളഞ്ഞു. മറ്റൊരു പ്രവാചകൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സന്തോഷങ്ങളെക്കുറിച്ച് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുമല്ലോ. ഒന്ന്, ദൈവം എന്ത് നിങ്ങളോട് പറയുന്നുവോ അതങ്ങനെ തന്നെയാണ് അത് നിവർത്തിക്കുന്നത് വരെ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം, എന്താണോ ദൈവം നിങ്ങളോട് പറയുന്നത് അതങ്ങനെ തന്നെയാണ് അത് നിവർത്തിക്കുന്നത് വരെയും. ഇതിനിടയിൽ ഒരു മാറ്റവുമില്ല. ഒരിക്കൽ കൂടി, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പറയുന്നു, ഞങ്ങളുടെ വചനം അത് ഊവെങ്കിൽ ഊവെന്ന് തന്നെയാണ്, ഒരിക്കൽ ഊവ് പിന്നെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. തുടർന്ന് വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവെന്ന് തന്നെയാണ്. മീൻസ് ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ്, അതിനിടയ്ക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഭക്തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ. ഈ ദുഃഖമൊക്കെ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ദൈവം ഒരു കാര്യം പറയും, നമ്മൾ അതുമായിട്ട് മുൻപോട്ട് പോകും. അപ്പോൾ വേറെ എവിടെന്നെങ്കിലും ആ ദൈവം പറഞ്ഞ കാര്യത്തെ മറിച്ച് കളയുന്ന മറ്റൊരു കാര്യം നമ്മൾ കേൾക്കും, അതിൻ്റെ പിന്നാലെ പോകും. ദൈവം പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ദൈവം എന്ത് പറയുന്നു അത് നമ്മൾ പ്രാപിച്ചെടുക്കുന്നത് വരെ അങ്ങനെ തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല. 1-2 ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അബ്രഹാം ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ, ഈ ദമ്മശ്യക്കാരനായ എലിയസറാണോ എൻ്റെ അനന്തരാവകാശിയാകുവാൻ പോകുന്നത്? ഇതെപ്പോഴാണ് പറയുന്നത് ചോദിച്ചാൽ 75-ാമത്തെ വയസ്സിൽ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ പിന്നാലെ അബ്രഹാം ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് അബ്രഹാം കേൾക്കുവാനുള്ള കാരണം ദൈവം നൽകിയൊരു വാഗ്ദത്തമാണ്, ഒരു സന്തതി അബ്രഹാമിന് ഇല്ലാത്തത് അബ്രഹാമിന് നൽകാമെന്ന് ദൈവം പറഞ്ഞു. അതെ, നിനക്കില്ലാത്തതൊന്നും, ജോലിയില്ലാതെ ഒത്തിരി നാളായി ടെസ്റ്റുകൾ എഴുതി ഒരുപാട് നിന്ദകൾ സഹിച്ച് കർത്താവ് നിനക്ക് ജോലി തരിക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നീ ചില സ്ഥാനങ്ങളിൽ എത്തപ്പെട്ടു, പക്ഷേ ഇപ്പോഴും പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവ് അത് കരങ്ങളിൽ തരിക, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. നോക്കൂ, അപ്പോൾ ഒത്തിരിയായി, 75-ൽ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതാ, വയസ്സ് കുറേയായി. പക്ഷേ കർത്താവ് വാഗ്ദത്തം നിറവേറ്റിയില്ല. അപ്പോൾ അബ്രഹാം ദൈവത്തോട് പറയുക, ദൈവമേ, എനിക്ക് മക്കളുണ്ടാകത്തില്ല, അപ്പോൾ ഞാൻ നിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു, അബദ്ധം പറ്റി, എങ്കിലും കുഴപ്പമില്ല, ഇവനായിരിക്കാം എൻ്റെ അനന്തരാവകാശി. പക്ഷെ ദൈവം ഉടനെ പറയുക, അബ്രഹാമേ, അങ്ങനെയല്ല, നിൻ്റെ രക്തത്തിൽ നിന്നും നിന്നിൽ നിന്നും സാറയിൽ ഒരു തലമുറ ജനിക്കും. ഞാൻ എന്താണോ നിൻ്റെ 75-ാമത്തെ വയസ്സിൽ പറഞ്ഞത് അത് തന്നെ ഇപ്പോഴും പറയുന്നു, അതിനൊരു മാറ്റവുമില്ല. എന്താണോ ദൈവം ഇന്നലകളിൽ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വിളിച്ചിറക്കിയത് അതിനൊരു മാറ്റവുമില്ല. പ്രിയ മാതാവേ, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷേ നിങ്ങളുടെ കൺമുമ്പിൽ പോലും കാണത്തില്ല. അவ்விധത്തിൽ അവർ പെട്ടുപോയിരിക്കാം, അவ்விധത്തിൽ അവർ മോശം അനുഭവങ്ങളിലൂടെ പോകുന്നതായിരിക്കാം. പക്ഷേ വിശ്വസിക്കുക, കർത്താവ് അന്ന് പറഞ്ഞത് നിശ്ചയമായും ഇന്നും ആവർത്തിച്ച് പറയുന്നു, അവരെ എൻ്റെ ദൈവം അനുഗ്രഹിക്കും. നിൻ്റെ തലമുറകളെ നിശ്ചയമായും എൻ്റെ ദൈവം അനുഗ്രഹിക്കും. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്. പിന്നെയും ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയി. 99 വയസ്സിലേക്ക് അബ്രഹാം കടക്കുകയാണ്. അപ്പോഴും ദൈവം അടുത്ത് വരിക. ദൈവം വന്ന ഉടനെ അബ്രഹാം ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ, ആ ഇസ്മായിൽ അവൻ മകനായിട്ടുണ്ടായിരുന്നാൽ മതി, ഇനിയിപ്പോൾ നീ പറഞ്ഞ ആ വാഗ്ദത്ത സന്തതി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇതുമായിട്ട് അങ്ങ് ഒത്തുപോയിക്കോളാം, അവൻ നഷ്ടപ്പെട്ടു പോകാതിരുന്നാൽ മതി.
പക്ഷേ അപ്പോഴും ദൈവത്തിന് പറയുവാനുള്ളത് ഇത്രയേ ഉള്ളൂ, ആബ്രഹാമേ, ഞാൻ നിന്നോട് പറഞ്ഞത് നിന്നിൽ നിന്നും സാറയിൽ ഒരു തലമുറ ജനിക്കും. സഹോദരി, ദത്തെടുക്കുന്ന കാര്യമല്ല, നിൻ്റെ ഉദരത്തിൽ നിൻ്റെ ഭർത്താവിൻ്റെ തലമുറ ജനിക്കും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വാത്സല്യ മാതാവേ, നിൻ്റെ തലമുറ മച്ചിയായി വീട്ടിനകത്ത് വന്നിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആമേൻ. നീ കേട്ട വാഗ്ദത്തത്തെ നിവർത്തിക്കുന്നവനാണ് ദൈവം. നോക്കൂ, 99 വയസ്സായി, വളരെ വൃദ്ധനായി. അബ്രഹാമിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ സാറയ്ക്കൊരു സാധ്യതയുമില്ല, അബ്രഹാമിനൊരു സാധ്യതയുമില്ല. പക്ഷേ ദൈവം സാധ്യതയുടെ കട അടയ്ക്കുന്നില്ല. അവൻ ദൈവത്തിൽ നിന്ന് നിങ്ങൾ കേട്ടത് അതേതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവം അതിന് മാറ്റം വരുത്തുകയേ ഇല്ല. ദൈവം വിശ്വസ്തനാണ്. ഇസഹാക്കിനെ നൽകി തൻ്റെ വാഗ്ദത്തം നിവർത്തിച്ച ദൈവം, നിങ്ങൾ തേടിപ്പോയി കണ്ടെത്തിയ ചിലതിനെ തന്ന് ആ സന്തോഷങ്ങളിൽ നിങ്ങൾ നിലനിർത്തുമെന്നല്ല, ദൈവം നിങ്ങളോട് പറഞ്ഞത് നിശ്ചയമായും ഈ ദിവസങ്ങളിൽ നിവർത്തിക്കും. അതുകൊണ്ട് മറ്റാരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് സാഹചര്യങ്ങളെ നോക്കിയിട്ട് പിന്മാറിപ്പോകരുത്. പല ദുഃഖങ്ങൾക്ക് കാരണം അത് തന്നെയാണ്. നോക്കൂ, രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരുടെ വാക്ക് കേട്ടും അതിൽ നിന്ന് വ്യതിചലിക്കരുത്. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ നിന്ന് ആരുടെ വാക്ക് കേട്ടും നിങ്ങൾ വ്യതിചലിക്കരുത്. ഈ ശ്രേഷ്ഠ പ്രവാചകനോട് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ശ്രേഷ്ഠ പ്രവാചകൻ മറ്റൊരു പ്രവാചകൻ്റെ വാക്ക് കേട്ട് ചതിക്കപ്പെട്ടു. അബ്രഹാം സാറായുടെ വാക്ക് കേട്ട് ഇസ്മായേൽ എന്ന പണി വാങ്ങി. അതെ, ചിലപ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നിങ്ങളിൽ നിന്ന് എടുത്തു കളയുവാൻ വേണ്ടി പിശാച് നിങ്ങൾ ശ്രേഷ്ഠരെന്നും മഹാരഥന്മാരെന്നും, ഇങ്ങനെ ഒരാൾ, ഇത്ര വലിയ ആൾ എന്നൊക്കെ ചിന്തിക്കുന്നവരിലൂടെ നിങ്ങളോട് സംസാരിക്കും. പക്ഷേ നിങ്ങൾ തിരിച്ചറിയുക, ദൈവം അന്ന് പറഞ്ഞത് ഒരിക്കലും മാറ്റത്തില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അബ്രഹാമിനെ പോലെ, സാറയെ പോലെ, ആ ശ്രേഷ്ഠ പ്രവാചകനെ പോലെ പ്രശ്നത്തിലാകരുത്. 3, ദൈവത്തിൻ്റെ ആലോചനയെ മാറ്റുന്ന ഒന്നിലും നിങ്ങൾ പങ്കാളികളാകരുത്. നോക്കി, അബ്രഹാമിൻ്റെ കാര്യത്തിൽ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ ഒരു ആലോചന മീൻസ് വാഗ്ദത്തമുണ്ട്. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി സാറയുടെ വാക്ക് എന്ന ആ മിസ്രീമേ ദാസി കൊള്ളാം, നീ അവളെ എടുത്തോ. പാവം ഈ സ്ത്രീ ഹാഗർ എന്ന മിസ്രീമേ ദാസി ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അഥവാ ആലോചനയെ മറിച്ചു കളയുന്ന അബ്രഹാമിൻ്റെ പ്രവൃത്തിയുടെ പങ്കാളിയായിത്തീർന്നു. ഫലമോ? തുടർന്ന് നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അത് കാണുവാൻ കഴിയും. ബർഷീബ മരുഭൂമിയിൽ വാവിട്ട് കരയേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നു. അബ്രഹാമിൻ്റെ ആ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം അവൾക്ക് നഷ്ടപ്പെട്ടു. വേറെ പലതും അവൾക്ക് ദൈവം നൽകി, അത് പോകട്ടെ. എങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും ദൈവപ്രവൃത്തിക്ക് വിരോധമായി ചെയ്യുന്നവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം നിൽക്കാതിരിക്കുക. ഏത് സാഹചര്യത്തിലും പ്രിയരെ, ദൈവപ്രവൃത്തിക്ക് വിരോധമായി നിൽക്കുന്നവർക്കൊപ്പം ചേർന്ന് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിൽ പങ്കാളികളായിത്തീരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് ഒരിക്കലും കൊണ്ടുവരത്തില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷത്തെ കൊണ്ടുവരും. അബ്രഹാമിൻ്റെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വിരോധമായി നിന്നതുകൊണ്ട് തൻ്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെയും തനിക്കൊപ്പം ആയിരുന്ന ആ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയെയും ഉപേക്ഷിക്കേണ്ടി വന്നു. എത്ര വലിയ വേദന! ആരാ പറഞ്ഞത് ഉപേക്ഷിക്കാൻ? ദൈവമാ പറഞ്ഞേ. നിനക്ക് വേദനയുണ്ടാക്കുന്ന അനുഭവങ്ങളിലൂടെ ദൈവം നിന്നെ കടത്തിവിടും. വാഗ്ദത്തങ്ങൾക്ക് എതിര് നിൽക്കരുത്. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റുവാൻ, അതിനെ മാറ്റിമറിക്കുവാൻ നിങ്ങളാളല്ല. ദൈവം പറഞ്ഞത് നിശ്ചയമായും ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഇനി 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വിധത്തിൽ വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. കുറേ ദിവസം വാഗ്ദത്തത്തിന് പിന്നാലെ പോയി മറ്റെവിടെ നിന്നെങ്കിലും കേട്ട, ആരിൽ നിന്നെങ്കിലും കേട്ട വാക്കുകളെ പിടിച്ച് ആ വാഗ്ദത്തവും മറന്ന് വേറെ വഴിക്ക് പോയി. അതല്ലേ സഹോദരൻ? ദൈവം പറഞ്ഞെന്താ? ആ രാജ്യത്ത്, അല്ലേ, ആ രാജ്യത്ത് എത്തിക്കാം, അവിടെ ജോലി തരാം. അപ്പോൾ കുറേ ദിവസം നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കും. അത് കഴിയുമ്പോൾ
ഇതായിരിക്കില്ല വാഗ്ദത്തം എന്ന് വേറൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ വേറൊരു സ്ഥലത്തോട്ട് പോകും. അവിടെ പോയി ഇതിൻ്റെ ഫലമായി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണുനീരും കയ്യുമായിട്ട് സഹോദരി, അങ്ങനെയല്ലേ ആ വീട് അല്ലേ സഹോദരി? അതെപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തത്തിലേക്ക് വഴിവെട്ടും. 1. 2, എപ്പോഴാണ് ദൈവം നിങ്ങളെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുന്നത്? പലരും ചോദിക്കാറുണ്ട്, ദേവദാസനെ ഞാൻ ഇന്ന് ടിക്കറ്റ് എടുത്ത് കയറട്ടോ? ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, കാനഡയിലെ ജോലി, UK ജോലി, ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഗൾഫ് രാജ്യത്തിലാണ്, അല്ലെങ്കിൽ നാട്ടിൽ ആണ്. വാഗ്ദത്തമുണ്ട് കേട്ടോ. പക്ഷേ ആ വാഗ്ദത്തത്തിലേക്ക് എത്തപ്പെടുവാൻ വേണ്ടി നിങ്ങളായിട്ട് ചാടി പുറപ്പെടണ്ട. വാഗ്ദത്തം ദൈവം തന്നതാണെങ്കിൽ അതിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കും. എന്താ? എങ്ങനെയെന്നോ നോക്കൂ. പുറപ്പാട് പുസ്തകം, അവിടെ വാഗ്ദത്തം കേട്ടൊരു ജനവിഭാഗം ഇസ്രായേൽ മിസ്രൈമിലായിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവർ വാഗ്ദത്തത്തിലേക്ക് പുറപ്പെടുവാനുള്ള സമയമായി. അപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം യോസേഫിനെ അറിയാത്ത ഒരു രാജാവ് മിസ്രൈമിലുണ്ടായി. അർത്ഥം, ജനത്തിന് അവിടെ നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതേ വാഗ്ദത്തത്തിലേക്ക് പോകാനാണെന്ന്. റെഡിയായിക്കോ, പ്രാർത്ഥിച്ച് വാഗ്ദത്തത്തിലേക്ക് പോകുവാൻ പോവുകയാണ്. 430 വർഷം വരെ അവിടെ ആയിരുന്നു. അന്നൊക്കെ വേണമെങ്കിൽ ചാടി പുറപ്പെടാമായിരുന്നു. പുറപ്പെട്ടാൽ ഒരിടത്തും എത്തത്തില്ല. സമയമുണ്ട്. സമയമാകുമ്പോൾ അവിടെ ചില മുള്ളുകളൊക്കെ നിനക്ക് വിരോധമായ ചില വ്യക്തികളൊക്കെ എഴുന്നേൽക്കും. കർത്താവ് തന്നെ അവിടെ നിന്ന് നിന്നെ ആ വാഗ്ദത്തത്തിലെത്തിക്കും. മാധവേ, തലമുറകളെ കർത്താവ് തന്നെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കും. അവരെ അറിയാത്ത, നിന്നെ അറിയാത്ത, ദൈവത്തെ അറിയാത്ത ചിലർ അവർക്കൊപ്പം എഴുന്നേൽക്കുന്നു എന്നറിയുമ്പോൾ, അയ്യോ, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടം വന്നല്ലോ. കഷ്ടം വന്നത് വാഗ്ദത്തത്തിലേക്ക് പോകാൻ വേണ്ടിയാണെന്ന്. നോക്കൂ, വാഗ്ദത്തത്തിലേക്ക് ഇവർ വഴി വെട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ ദൈവത്തിൻ്റെ ജനമെല്ലാം കൂടെ ചെങ്കടലിൽ കൂടെ വഴിവെട്ടുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കിയേ. പറ്റത്തില്ല, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പല സങ്കടങ്ങൾക്കും കാരണം അതാണ്. ദൈവം വാഗ്ദത്തം പറയും, അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി കാത്തിരിക്കാതെ കടം വാങ്ങി പലിശയ്ക്കെടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് വെപ്രാളപ്പെട്ട്. പ്രിയരെ, വാഗ്ദത്തത്തിലേക്കുള്ള യാത്രയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കാത്തിരിപ്പാണ്. പ്രാർത്ഥിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നവർ മാത്രമേ ദൈവിക വാഗ്ദത്തത്തിലെത്തുവാൻ കഴിയത്തുള്ളൂ. ആരെങ്കിലും വാക്ക് കേട്ട് കടം വാങ്ങിയും പലിശയ്ക്കെടുത്തും വിറ്റ് പറയ്ക്കുമെന്ന് ചാടിപ്പോകാൻ വേണ്ടി നിൽക്കരുതേ. നിങ്ങൾ ചതിക്കപ്പെടരുതേ. നിങ്ങളുടെ തക്ക സമയത്ത് കർത്താവ് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരും. നിങ്ങൾക്ക് ആ വഴി വെട്ടാൻ പറ്റത്തില്ല. ദൈവം ചെങ്കടലിൽ കൂടെയാണ് തൻ്റെ ഭക്തന് വഴിയൊരുക്കുന്നത്, വാഗ്ദത്തത്തിലേക്ക് വഴിയൊരുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാകണം. എന്തിനാണ് ദൈവദാസനെ ഈ കാത്തിരിപ്പ്? ഇത്രമാത്രം ദൈവം ഇങ്ങനെ ഇവരെ കാത്തിരുത്തിയിരുന്നത്. നിങ്ങൾ സംഖ്യാപുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ, 13-ാം അധ്യായം. അവിടെ ദൈവത്തിൻ്റെ ജനം വാഗ്ദത്ത ദേശത്തിലേക്ക് പോവുകയാണ്. അത് ഉറ്റുനോക്കാൻ വേണ്ടി 2 പേരെ, മൊത്തം 12 പേരെ അയച്ചു. അതിൽ 2 പേര് കാണേണ്ടത് കണ്ടു. ദൈവം ഒരുക്കിയിരിക്കുന്നത് കാണുവാൻ കഴിയുക എന്നുള്ളതും ഭയങ്കരമായൊരു ഭാഗ്യമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇവർ തിരികെ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? അവർ എസ്കോൾ താഴ്വരയോളം പോയിട്ട് മുന്തിരി കുലയോടെ പറിച്ചെടുത്ത് മാതളപ്പഴവും അത്തിയുമൊക്കെ ഈ വലിയ കമ്പിൽ കെട്ടി ചുമന്നു കൊണ്ടുവരിക. പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ തടി പിടിക്കുന്നവർ, മരം മുറിക്കാരുടെ തോളിൽ കൂടെ കമ്പിട്ടിട്ട് വലിയ തടിയൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്നത് പോലെ ഇവർ തൂക്കിക്കൊണ്ട് വരിക. ഈ മുന്തിരിയും അത്തിപ്പഴവും മാതളവും ഒക്കെ അങ്ങനെ തൂക്കിക്കൊണ്ട് വരാൻ മാത്രമുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു കവറിലിട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു തുണിയിൽ കൊണ്ടുവരാൻ അത്രയൊക്കെ കാണത്തുള്ളൂ. പക്ഷേ വാഗ്ദത്ത ദേശമെന്ന് പറഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അവിടെയെല്ലാം സ്പെഷ്യലാണ്. അവിടെയെല്ലാം അമേൻ 4 പേർക്ക് കാണുവാനും അറിയുവാനും ഉള്ളതാണ്. നീ കാത്തിരുന്ന് ദൈവം നിനക്ക് തരുന്നത് നിശ്ചയമായും 4 പേരുടെ മുമ്പിൽ നിന്നെ അഭിമാനത്തോടെ നിലനിർത്തുന്നതാണ്. രഹസ്യമായിട്ട് പോയിട്ട് അർദ്ധരാത്രി കടന്നു വന്ന് പണി കിട്ടിയേ എന്ന് പറഞ്ഞ് കിടത്തുന്നത് അല്ല വാഗ്ദത്തങ്ങൾ.
അപ്പോൾ ഇത്രയും കാത്തിരിക്കേണ്ടി വന്നത് ആ മുന്തിരി അത്രയും വലുതാവാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത് വാഗ്ദത്തം അത്രമാത്രം വലുതാകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, വാഗ്ദത്തത്തെ മറിച്ചു കളയുന്ന പ്രവാചക ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കാം. വാഗ്ദത്തത്തെ മറിച്ചു കളയുന്ന ദൈവിക ആലോചനകൾ നിങ്ങൾ കേൾക്കാം. വാഗ്ദത്തത്തെ മറിച്ചു കളയുന്ന കൂട്ടുകാരുടെ ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കാം. വാഗ്ദത്തത്തെ മറിച്ചു കളയുന്ന പിടിപിടിപ്പ് നിങ്ങളിലുണ്ടാകാം. പിടിപിടിപ്പ് മീൻസ് വെപ്രാളം. ഇപ്പം പോയാലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ എല്ലാം തീർന്നു. അങ്ങനെയൊന്നുമില്ല, അവിടെ എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യും സഹോദരി, അവിടെ എല്ലാം അവിടെ തന്നെ ഉണ്ട്. ആ സന്തോഷം, ആ സമാധാനം കാത്തിരുന്ന് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അവസരം നൽകട്ടെ. കർത്താവ് നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഒപ്പം പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥനയും. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായി ഒരു ഉപവാസ പ്രാർത്ഥന പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. ശക്തിപ്പെടുവാനും കാത്തിരുന്ന് പ്രാപിച്ചെടുക്കുവാനും. പലരും ആ സമയത്തിലേക്ക് എത്തിച്ചേർന്നു. വാഗ്ദത്തത്തെ പ്രാപിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകാതെ പ്രാപിച്ചെടുക്കുവാനും ഉപവാസവും പ്രാർത്ഥനയും നിങ്ങളെ കരുത്തുള്ളവരാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യവും മടിക്കേണ്ട. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുക. കടന്നു വരുവാൻ കഴിയുന്ന ആ സ്ഥലപരിധിയിൽ ഉള്ളവരാണെങ്കിൽ കടന്നു വരിക. അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ലൈവിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിള എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ആരാധന നടക്കുന്നത്. കടന്നു വരിക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ലൈവിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും. ദൈവിക വിടുതലുകളുടെ അവകാശികളായി മാറുവാനും. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവിളയിൽ താന്നിമൂട് MS പ്ലാസയുടെ കീഴെ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ കടന്നു വരിക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടത്തെ ഒരുക്കുക. ആ കുടുംബത്തിലെ അംഗങ്ങളായി മാറുക. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്പോൾ സന്തോഷം, സമാധാനം, സൗഖ്യം, സുഖം വാക്കുകളായി മാത്രം മാറിയിരിക്കുന്നു. അതിനെ കവർന്നു കളയുന്ന, ഇവരുടെ വാക്തത്വങ്ങൾ ഇവരിൽ നിന്ന് കവർന്നു കളയുന്ന സകല മാനുഷിക പൈശാചിക വെല്ലുവിളികളിൽ നിന്നും സ്വർഗം ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. ഇവരിലെ നഷ്ടപ്പെട്ടവർ തിരികെ പ്രാപിക്കുന്നവരായി മാറട്ടെ. ഇനി നഷ്ടപ്പെടാതെ വണ്ണം ദൈവിക വാക്തത്വങ്ങളിൽ, ദൈവിക ആലോചനകളിൽ ഉറച്ചു നിൽക്കുവാനും, ദൈവകൃപ അളവ് കൂടാതെ പ്രാപിച്ചെടുക്കുവാനും, വാക്തത്വങ്ങൾ ഒന്നൊന്നായി പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും സ്വർഗ്ഗം അങ്ങ് സഹായിക്കണമേ. ഇവരിലെ രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ രോഗങ്ങളും വിട്ടുമാറാതെ, ശരീരത്തെ മനസ്സിനെ ബലഹീനപ്പെടുത്തുന്ന എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. പൈശാചികമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ശരീരത്തെ വ്രണപ്പെടുത്തുന്ന, ശരീരത്തിലെ അവയവങ്ങളിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ യേശുവോ, ഉറക്കമില്ലായ്മകളെ സമ്മാനിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ തലവേദനകളും മാറിപ്പോകട്ടെ. എല്ലാ ബാക്ക് പെയിനും മാറിപ്പോകട്ടെ. എല്ലാ ക്യാൻസറുകളും സൗഖ്യമാകട്ടെ. കണ്ണിന് കാഴ്ച ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങ് ഇവരെ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശുവ, അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ഇവൾക്ക് നൽകണമേ. വാഗ്ദത്തം നിറവേറട്ടെ. കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകട്ടെ. ദൈവശബ്ദത്തിന് മുൻപിൽ ഉറച്ചു നിന്ന് ആ വാഗ്ദത്തങ്ങളെ ഓരോന്നോരോന്നായി പ്രാപിച്ചെടുക്കുവാൻ ഇവർക്ക് അങ്ങ് അവസരം നൽകണമേ. നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവർ പ്രാപിച്ചെടുക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് മാറട്ടെ. വിദേശ രാജ്യങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ വരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിദേശങ്ങളിലെത്തിയും നല്ല ജോലികൾ കണ്ടെത്തുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ജോലികൾ നഷ്ടപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുന്നവർ സ്വർഗ്ഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ. ഇവരിലൂടെ അവൻ്റെ നാമം ഉയരട്ടെ. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ബാധ്യതകളെല്ലാം മാറട്ടെ. ലോണുകൾ അടച്ചു തീർക്കുവാനുള്ള വഴികൾ തുറക്കണമേ. പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. അനീതി ചെയ്യുന്നവർ, സ്തോത്രം, നീതി വെളിപ്പെടണമേ അപ്പാ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ആക്രമണ വാസനകൾ തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ. അനുസരണക്കേടിൻ്റെ ആത്മാവിൽ നിന്ന് തലമുറകൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. നല്ല റിസൾട്ടുകൾ
അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകട്ടെ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉത്തരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ യേശുവേ അങ്ങ് നൽകണമേ. വാടക വീടുകളെന്ന് നിരാശ മാറട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ഇവർ ദേശത്തിന് മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ സാക്ഷ്യമുള്ളവരായി തീരട്ടെ. യേശുവേ, ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീക ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.